മക്കളെ, അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും നമ്മളുടെ +1 പ്രഡിക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറയുകയാണ്, ഈ ഒരു പ്രഡിക്ഷൻ എന്ന് പറയുന്നത് കാൽക്കുലേറ്റഡ് പ്രഡിക്ഷനാണ്. അതിൻ്റെ അർത്ഥം ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നിങ്ങളുടെ പ്രീവിയസ് ഇയറിൽ ഇപ്പോൾ ഇത്രയും വർഷങ്ങളായിട്ട് നിങ്ങളുടെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്ത് അതിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ വെച്ചിട്ടുള്ളത്. ആൻഡ് രണ്ടാമത്തെ കാര്യം, ഇതിൻ്റെ അർത്ഥം ഇത് മാത്രം കണ്ട് ഈ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുമെന്നല്ല, ഒരിക്കലും അത് പോസിബിൾ അല്ലാന്ന് നിങ്ങൾക്കും അറിയുന്നുണ്ടാകും അല്ലേ. അപ്പം നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്, ഇവിടെ നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററിലെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നമ്മൾ പറഞ്ഞുതരും. അത് നിങ്ങൾ എന്തായാലും നോക്കണം. ഈ ഒരു കാരണവശാലും നിങ്ങൾ വിട്ട് കളയരുത് ഈ ടോപ്പിക്സ്. ഓക്കെ, എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് അയ്യോ ഈ ടോപ്പിക്ക് നോക്കിയിട്ടില്ലല്ലോ എന്ന് നമ്മൾ കരുതുമ്പം ഒരിക്കലും വിടാൻ പാടില്ലാത്ത കുറച്ച് ടോപ്പിക്സ് ആണ് മിസ് പറയുന്നത്. ആ ക്വസ്റ്റ്യൻസ് ആണ് മിസ് കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? വളരെ സിമ്പിളാണ്. നമ്മൾക്ക് +1 കുറച്ചധികം ദിവസങ്ങളുണ്ട് അല്ലേ. അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മളുടെ പ്ലാൻ എന്താണെന്നുള്ളത് നമ്മൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ ഒരു +1 ബയോളജിയുടെ ആ പ്ലാൻ എന്താണെന്ന് എൻ്റെ മക്കൾ കാണാം. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ കുറച്ച് ചാപ്റ്റേഴ്സൊക്കെ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടാകും. നമ്മൾ ഫസ്റ്റ് 2 ലീവ് കിട്ടിയ സമയത്തൊക്കെ നമ്മളത് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ആ ലൈവുകൾ മിസ്സായിട്ടുള്ള മക്കളാണെങ്കിൽ ആ ലൈവുകൾ തീർച്ചയായിട്ടും കാണാം. ഓക്കെ, ആൻഡ് അതേപോലെ തന്നെ ഇനി വരുന്നുള്ള ലൈവുകൾ ഓരോന്നും കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്കിന് നിങ്ങൾ വേറെ എവിടെയും പോകണ്ട. നമ്മളുടെ എക്സാം ഇന്നാണ്ട് ലൈവ് ക്ലാസ്സുകളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അത് കിട്ടും. കാരണം അത്രയും ഷുവറായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഏരിയാസും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ആ ഒരു കാര്യം എൻ്റെ മക്കൾ മനസ്സിലാക്കാം. ഇനി നമ്മൾ പോവുകയാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ലിവിങ് വേൾഡ്. നിങ്ങൾക്ക് അറിയാം 1 മാർക്കിനാണ് നിങ്ങൾക്ക് ചോദ്യം വരിക അല്ലേ. അപ്പോൾ ആ 1 മാർക്കിന് നമുക്ക് ഈ ഒരു ടാക്സോണമിക് കാറ്റഗറീസ്, ആ ഒരു ഹൈറാർക്കി കറക്റ്റായിട്ട് ഒന്നുകിൽ ഡിസെൻഡിങ് ഓർഡറിൽ അല്ലെങ്കിൽ അസെൻഡിങ് ഓർഡറിൽ എഴുതാൻ പറയും. പിന്നെ നമ്മുടെ ബൈനോമിയൽ നോമൻക്ലേച്ചർ, ഇത് പ്രപ്പോസ് ചെയ്തിട്ടുള്ള ആ സയൻറ്റിസ്റ്റിൻ്റെ പേര് ചോദിക്കാം. ചില സമയത്ത് നമ്മളോടൊരു ജീവിയുടെയോ ഏതെങ്കിലും ഒരു സാധനത്തിൻ്റെ തന്നിട്ട് ആ ബൈനോമിയൽ അതിൻ്റെ പേര് കറക്റ്റായിട്ട് എഴുതാൻ പറയും. അപ്പോൾ നമ്മളിപ്പോൾ ഹോമോ സാപ്പിയൻസ് എങ്ങനെ എഴുതും? ഹോമോ സാപ്പിയൻസ് അല്ലേ. അപ്പോൾ ഇതിൽ മിസ് ഇവിടെ സ്മോൾ ലെറ്റർ കൊടുത്തു, ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ കൊടുത്തു. ഇത് കൈകൊണ്ട് എഴുതിയതായതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ അണ്ടർലൈൻ ചെയ്യുന്നു. ആ റൂൾസ് ഫോളോ ചെയ്തിട്ട് എഴുതാം. അടുത്തതായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ലാസ്റ്റ് നമുക്ക് ഇങ്ങനെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. മാൻ്റെ മാത്രമല്ല, നമ്മളുടെ മാൻജിഫറ ഉണ്ട്, നമ്മളുടെ വീറ്റ് ഉണ്ട്, അതേപോലെ തന്നെ നമ്മളുടെ ഹൗസ് ഫ്ലൈ ഉണ്ട്. അപ്പം ഈ ടേബിൾ നോക്കിയിട്ട് ഇതേപോലെ തന്നെ ജീനസ് ചെയ്ത്, സ്പീഷീസ് ചെയ്ത്, ക്ലാസ് ചെയ്ത്, ഫൈലം ചെയ്ത് അങ്ങനെ എഴുതാൻ വേണ്ടിയിട്ട് പറയും. ഓക്കെ, അതാണ് ഇവിടെ നമുക്ക് ചാൻസ് ഉള്ള കാര്യങ്ങൾ. ദെൻ നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ, അതായത് നമ്മുടെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിലേക്ക് വരുമ്പം ഇവിടെ നമ്മുടെ ഈ ഒരു പ്രോട്ടോസോവൻസിൻ്റെ ആ ക്ലാസിഫിക്കേഷൻ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. സീലിയേറ്റഡ്, പിന്നെ നമ്മളുടെ ഫ്ലാജലേറ്റഡ്, അമീബോയിഡ്, സ്പോറോസോവൻസ്. ആ എക്സാമ്പിൾസ് വെച്ചിട്ട് മാച്ച് ദ ഫോളോയിങ് പറയും. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു ക്വസ്റ്റ്യൻ, നമ്മുടെ ഡയറ്റമേഷ്യസ് എർത്ത് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, അതിൻ്റെ യൂസസ് എന്തൊക്കെയാണ്. ദെൻ നമ്മളുടെ ആ ഒരു ലൈക്കൻസും മൈക്കോറൈസിയും, സിംബയോട്ടിക് അസോസിയേഷൻ ലൈക്കൻസിൻ്റെ ഏരിയയിൽ നിന്ന് വരുന്നതാണ്. പിന്നെ നമ്മുടെ ആ ഒരു ആർക്കി ബാക്ടീരിയയുടെ ടൈപ്പ് ഏതൊക്കെയാണ്, അത് എവിടേക്കാണ് കാണുന്നത് എന്നുള്ള കാര്യം. ഇവിടെ ഇപ്പം മെത്തനോജൻസിനെയാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഹോട്ട് സ്പ്രിങ്ങിൽ കാണുന്നത് ചോദിക്കാം, മാർഷിയരീസിൽ കാണുന്നതൊക്കെ ചോദിക്കാം. പിന്നെ ഇപ്പോൾ റീസെൻറ്റ് ഇയേഴ്സായിട്ട് ഫംഗസിൻ്റെ ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ വന്ന് കാണുന്നുണ്ട്. അതായത് ഫംഗസിൻ്റെ റീപ്രൊഡക്ഷൻ, അതിൻ്റെ എക്സാമ്പിൾസ് തന്നിട്ട് അത് ഏതാണ്. ഇപ്പം ബ്രെഡ് മോൾഡാണ് റൈസോപ്പസ്, അങ്ങനെയാണെങ്കിൽ എഗാരിക്കസ് എന്താണ്. ഓക്കെ, നമ്മുടെ മഷ്റൂം, ആ രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ നമ്മുടെ ലൈവിൽ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എൻ്റെ കുട്ടികൾ ആരും എന്ത് ചെയ്യാതിരിക്കുക, ലൈവ് മിസ് ചെയ്യാതിരിക്കുക. ദെൻ നമ്മുടെ അനിമൽ കിങ്ഡം നമുക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള നമ്മുടെ ഏരിയ ആണ്. അപ്പോൾ ഈ അനിമൽ കിങ്ഡത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് നമ്മുടെ ഫൈലം കോഡേറ്റ. അപ്പോൾ ഫൈലം കോഡേറ്റയിൽ നിങ്ങൾക്ക് ഇതൊന്നെങ്കിൽ ഈ ഭാഗങ്ങൾ ഇതുപോലെ അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഫൈലം കോഡേറ്റയുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കാം. അതും അല്ലാന്നുണ്ടെങ്കിൽ ഫൈലം കോഡേറ്റയും നോൺ കോഡേറ്റയും കമ്പാരിസൺ ചോദിക്കാം. ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാം വേർട്ടബ്രേറ്റയുടെ ക്ലാസിഫിക്കേഷനാണ്. ഈ വേർട്ടബ്രേറ്റയുടെ ഈ ഒരു ഫ്ലോ ചാർട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് റിപ്പീറ്റഡ് ആയിട്ട് കാണാറുണ്ട്. അതേപോലത്തെ അതിനോട് റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റൻ ആണ്, എല്ലാ വേർട്ടബ്രേറ്റ്സും കോഡേറ്റ്സ് ആണ്, പക്ഷേ എല്ലാ കോഡേറ്റ്സും വേർട്ടബ്രേറ്റ്സ് അല്ല. അത് ഈ ഒരൊറ്റ ഫ്ലോ ചാർട്ടിൽ നമുക്ക് പറയാൻ പറ്റും അല്ലേ. കാരണം ഇവരെല്ലാവർക്കും വേർട്ടബ്രൽ കോളം ഉണ്ട്, അതുപോലെ നോട്ടോകോഡും ഉണ്ട്. പക്ഷേ കോഡേറ്റ്സ് ആയിട്ടുള്ള സെഫാലോ കോഡേറ്റ, യൂറോ കോഡേറ്റയ്ക്ക് എന്തില്ല, വേർട്ടബ്രൽ കോളം ഇല്ല. പിന്നെ നമ്മുടെ ഹീറോ നിഡോബ്ലാസ്റ്റ് എന്താണ്, ഏത് ഫൈലത്തിനാണ് കാണുന്നത്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതെന്തിനാണ് നമ്മളെ സഹായിക്കുന്നത്. പിന്നെ നമ്മളെ മെയിൻ ആയിട്ടുള്ള ആൾക്കാർ
ആ പീസസിൻ്റെ സെക്ഷനിൽ ഓസ്റ്റിക്തീസും കോൺട്രിക്തീസും ഒരു ഷുവർ ക്വസ്റ്റൻ ആണ്. ഇത് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഇനിയിപ്പം എന്താണ് പാറ്റേൺ മാറ്റി ചോദിക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ലൈവ് കണ്ടാൽ മതി, എല്ലാം തന്നെ നമ്മൾ അവിടെ കവർ ചെയ്യുന്നുണ്ടാകും. അതേപോലെ തന്നെ ഇനി ഇവിടുന്ന് വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എല്ലാ ഫൈലത്തിനും ഓരോ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഉണ്ടാവും. ആ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് പറഞ്ഞതുകൊണ്ട് ഇപ്പം ഫോർ എക്സാമ്പിൾ സ്പോഞ്ചോസീൽ ആരിലാണ് കാണുന്നത്? സ്പോഞ്ചോസീൽ ഉണ്ട്, ഓസ്റ്റി ഉണ്ട്, ഓസ്കുലം ഉണ്ട്, ഏത് ഫൈലം? വാട്ടർ വാസ്കുലാർ സിസ്റ്റം ഏത് ഫൈലം? അങ്ങനെ ചോദിക്കാം. ഓക്കെ, ഇനി അടുത്തതാണ് നമ്മളുടെ സെൽ ദി യൂണിറ്റ് ഓഫ് ലൈഫ്. അതിനിടയിലുള്ള ചാപ്റ്റേഴ്സ് ATRMS സ്നേഹാവസും വന്ന് പറഞ്ഞുതരും. സെൽ ദി യൂണിറ്റ് ഓഫ് ലൈഫിൽ നമ്മുടെ പ്ലാസ്മ മെംബ്രെയിൻ്റെ ആ ഒരു സ്ട്രക്ചർ എന്താണ്, ആ മോഡലിൻ്റെ പേര് എന്താണ്, പ്ലാസ്മ മെംബ്രെയിൻ്റെ പ്രത്യേകത, അതിൽ 2 ടൈപ്പ് ഓഫ് പ്രോട്ടീൻ ഏതൊക്കെ, ഈ രീതിയിൽ ചോദിക്കാം. പിന്നെ നമ്മുടെ ഈ ഒരു മൈറ്റോകോൺട്രിയ സ്ഥിരമായിട്ട് വരുന്ന ക്വസ്റ്റൻ ആണ്. പിന്നെ നമ്മുടെ റഫ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം കമ്പയർ ചെയ്യാൻ ചോദിക്കും. പിന്നെ നമ്മുടെ എൻഡോ മെംബ്രെയിൻ സിസ്റ്റം, ഇതിൽ റൈബോസോം വരില്ല, എൻഡോ മെംബ്രെയിൻ സിസ്റ്റത്തിൽ ആൾക്കാരെ വെച്ച് ചോദിക്കാം. ഇവിടെ ഇപ്പോൾ തന്നിട്ടുള്ളത് കുറച്ച് ഫീച്ചേഴ്സ് തന്നിട്ട് ഇത് ഓരോ സെൽ ഓർഗനലിലെ ഫീച്ചർ ഏതാണെന്ന് എടുത്ത് എഴുതാനാണ്. കാരണം ഒത്തിരി സെൽ ഓർഗനൽസിൻ്റെ ചാപ്റ്റർ ആയതുകൊണ്ട് ആ രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ വരാം. ഇനി നമ്മുടെ സെൽ സൈക്കിൾ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന മാക്സിമം എല്ലാ ഏരിയാസും മിസ് ഇവിടെ വെച്ചിട്ടുണ്ട്. അതായത് മെറ്റാഫീസ് ഒരു ഷുവർ ക്വസ്റ്റൻ ആണ്, സെൽ സൈക്കിൾ ഒരു ഷുവർ ക്വസ്റ്റൻ ആണ്. ഈ സെൽ സൈക്കിളിലെ 3 സ്റ്റേജസ് സെപ്പറേറ്റ് ആയിട്ട്, ഇൻ്റർഫേസിലെ 3 സ്റ്റേജസ് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാം. അതും അല്ലെങ്കിൽ ഈ ഫേസ് ചെയ്ത് ഇവിടെ നടക്കുന്ന ഫംഗ്ഷൻ എന്ത്, ആ രീതിയിൽ ചോദിക്കാം. പിന്നെ ഇവിടെ നമുക്ക് ആനാഫേസും തന്നിട്ടുണ്ട്, ടീലോഫേസും തന്നിട്ടുണ്ട്. പിക്ചർ തന്നിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവരുടെ ഫീച്ചേഴ്സ് എഴുതാൻ ചോദിക്കാം. പിന്നെ നമ്മുടെ മിയോസിസ് 1 പ്രോഫേസ് 1 ഈ സ്റ്റേജസ് ഒന്നെങ്കിൽ ഇവരുടെ ഫീച്ചർ ഈ ഈവൻ്റ് ആണ് തന്നിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ക്രോസിംഗ് ഓവർ ഏതാണ്? പാക്കിറ്റീൻ. പെയറിംഗ് ഓഫ് ഹോമോലോഗസ് ക്രോമസോം ഏതാണ്? നമ്മുടെ സൈഗോട്ടീൻ. അല്ല, അതിനെന്താണ് പറയുക? സിനാപ്സിസ്. ഇത് തിരിച്ചും ചോദിക്കാം. ഈ ഫീച്ചർ അതായത് സ്റ്റേജ് തരും. പാക്കിറ്റീനിൽ എന്താണ് നടക്കുന്നത്, സൈഗോട്ടീനിൽ എന്താണ് നടക്കുന്നത്, ഡിപ്ലോട്ടീനിൽ എന്താണ് നടക്കുന്നത്, ആ രീതിയിൽ തിരിച്ചു ചോദിക്കാം. പിന്നെ ഇവരുടെ സിഗ്നിഫിക്കൻസ്, മൈറ്റോസിസിൻ്റെയും മിയോസിസിൻ്റെയും സിഗ്നിഫിക്കൻസ്. ദെൻ നമ്മുടെ അടുത്ത ചാപ്റ്റർ ഫോട്ടോസിന്തസിസ്, വെരി ഹൈ വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് C3 പ്ലാന്റ്സിൻ്റെയും C4 പ്ലാന്റ്സിൻ്റെയും കമ്പാരിസൺ. C4 പ്ലാന്റ്സിൽ തന്നെ ഫോട്ടോ റെസ്പിറേഷൻ അവോയ്ഡ് ചെയ്യാൻ അവരെ സഹായിച്ച ആ ഒരു പ്രത്യേക ലീഫ് അനാട്ടമി, ക്രാൻസ് അനാട്ടമീനെ കുറിച്ച് ചോദിക്കാം. പിന്നെ 2 ടൈപ്സ് ഓഫ് ഫോട്ടോഫോസ്ഫറൈലേഷൻ, സൈക്ലിക്, നോൺ സൈക്ലിക്. പിന്നെ എക്സ്റ്റേണൽ ഫീച്ചേഴ്സും ഇൻറ്റേർണൽ ഫീച്ചേഴ്സും നമ്മുടെ ഫോട്ടോസിന്തസിന് ഹെൽപ്പ് ചെയ്യുന്നത്. ബ്ലാക്ക്മാൻസ് ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടർ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം. കാൽവിൻ സൈക്കിൾ അല്ലേ, ഡാർക്ക് റിയാക്ഷൻ, ആ 3 സ്റ്റേജസ് ചോദിക്കാം. അതേപോലെ തന്നെ നമ്മളുടെ C4 സൈക്കിൾ ഇതേ നമുക്കിവിടെ എന്താ ക്വസ്റ്റ്യൻ, ഇതിൽ ഏതാണ് ഈ സെല്ല് ഇവിടെ ഈ ഒരു കാർബോക്സൈലേഷനെ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം ഏത്, ഇതിൽ ഫസ്റ്റത്തെ ആ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സ് ചെയ്ത് കിട്ടുന്ന ഫസ്റ്റത്തെ സ്റ്റേബിൾ പ്രോഡക്റ്റ് എന്ത്, ആ രീതിയിലൊക്കെ നമുക്ക് ഇവിടുന്ന് ക്വസ്റ്റ്യൻ വരാം. ദെൻ നമ്മളുടെ റെസ്പിറേഷനിലേക്ക് വരുമ്പോൾ, ബ്രീതിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു ഗ്രാഫ് ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല അല്ലേ. നമ്മുടെ ഓക്സിജൻ, ഹീമോഗ്ലോബിൻ ഓക്സിജൻ്റെ ഡെസോസിയേഷൻ കർവാണ്. പിന്നെ ഇവിടെ ഇങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട്. ടൈഡൽ വോളിയം, റെസിഡൽ വോളിയം, ഇൻസ്പയറേറ്ററി റിസർവ് വോളിയം, എക്സ്പയറേറ്ററി റിസർവ് വോളിയം, പിന്നെ നമ്മുടെ ഇൻസ്പയറേറ്ററി കപ്പാസിറ്റി, എക്സ്പയറേറ്ററി കപ്പാസിറ്റി, ഇതിനെയൊക്കെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനും അത് എക്സ്പാൻഡ് ചെയ്യാനും ഒക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. ഇവിടെ നിങ്ങൾക്കൊരു 1 മാർക്കാണ്. അതായത് ഇത് തന്നെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ട്രാൻസ്പോർട്ടിൻ്റെ രീതിയിൽ ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഈ ഒരു റിയാക്ഷൻ ഫോം ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആ ഒരു എൻസൈം ഏതാണ്? നമ്മുടെ കാർബോണിക് എൻഹൈഡ്രേസ് ആണ്. അതിന് പകരം ആ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ 3 ട്രാൻസ്പോർട്ടിംഗ് മെത്തേഡ്സ് ചോദിക്കാം. പിന്നെ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന 2 അസുഖങ്ങൾ, മറ്റേത് ഒക്യുപ്പേഷണൽ ഡിസോർഡർ ആണ്, അതിൽ ചാൻസ് ഉള്ളത് നമ്മുടെ ആസ്മയും എംഫൈസീമയാണ്. അതിന് കാരണം എന്താ, അതിൻ്റെ ലക്ഷണങ്ങൾ എന്ത്. ദെൻ നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സിലേക്ക് വരുമ്പം നമ്മുടെ ബ്രീത്തിങ്ങിൻ്റെ ചാപ്റ്ററിൽ ഓക്സിജൻ ഹീമോഗ്ലോബിൻ ഡിസോസിയേഷൻ കർവ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ECG, അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ത് ചോദിക്കാറുണ്ട്. പിന്നെ ബ്ലഡ് സെൽസ്, അതിൻ്റെ കോമ്പസിഷനും അതിൻ്റെ ഫംഗ്ഷനും. അപ്പോൾ ഇതെങ്ങനെയാണ് ഈസി ആയിട്ട് പഠിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളെല്ലാം മിസ് ലൈവിൽ പറയുന്നുണ്ട്. എൻ്റെ കുട്ടികളെ എന്ത് ചെയ്യുക, ലൈവ് മിസ് ചെയ്യാതിരിക്കുക കേട്ടോ. ദെൻ അടുത്തതാണ് നമ്മുടെ ഈ ഒരു ഫ്ലോ ചാർട്ട്, അതായത് നമ്മുടെ ആ ഒരു ഇലക്ട്രിക്കൽ ഇമ്പൾസ് ഹാർട്ടിലൂടെ കണ്ടക്ട് ചെയ്യുന്ന ആ ഒരു ഓർഡർ. അതേപോലെ തന്നെ ബ്ലഡ് ഗ്രൂപ്പിൻ്റെ ഏരിയയിൽ നിന്ന് റീസെൻറ്റ് ഇയേഴ്സിൽ ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട് കേട്ടോ. ദെൻ നമ്മുടെ ഡബിൾ സർക്കുലേഷൻ ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല, അതെല്ലാം നമ്മൾ ചെയ്യും. ഓക്കെ, ഇനി നമ്മുടെ എക്സ്ക്രീഷൻ്റെ ചാപ്റ്ററിൽ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ് ഈ ഒരു ടൈപ്സ് ഓഫ് എക്സ്ക്രീഷൻ ബേസ്ഡ് ഓൺ എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ്. പിന്നെ നമ്മുടെ ഈ ഒരു റീനൽ കോർപ്പസൽ അല്ലെ മാൽപീജിയൻ കോർപ്പസൽ അല്ലെങ്കിൽ മാൽപീജിയൻ ബോഡി അല്ലെ റീനൽ കോർപ്പസൽ, ഈ സ്ട്രക്ചർ അടയാളപ്പെടുത്തിയിട്ട് ഇതെന്ത് ഈ രീതിയിൽ ചോദിക്കാം. 3 സ്റ്റെപ്സ് ഓഫ് യൂറിൻ ഫോർമേഷൻ, ഗ്ലോമെറുലാർ ഫിൽട്രേഷൻ,
റീഅബ്സോർപ്ഷൻ, സെക്രീഷൻ. അതിലെന്തുകൊണ്ടാണ് ഇത്രയും എമൗണ്ട് ഫിൽട്രേറ്റ് ഫോം ചെയ്തിട്ട് യൂറിൻ്റെ എമൗണ്ട് ഇത്രയും കുറവ്? കാരണം ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ ആണ്. പിന്നെ കിഡ്നിയുടെ ഫംഗ്ഷൻ റെഗുലേഷൻ, JGA, ജെക്സ്റ്റാഗ്ലോമെറുലാർ അപ്പാരറ്റസിൻ്റെ ഈ ഒരു ഫ്ലോ ചാർട്ട്, ANF എങ്ങനെ റെഗുലേറ്റ് ചെയ്യുന്നു, നമ്മുടെ ഹൈപ്പോതലാമസിൻ്റെ റോള് അത് വെച്ചിട്ട് ചോദിക്കാറുണ്ട്. ദെൻ നമ്മുടെ മിസ്സിൻ്റെ ഇതിൽ ലാസ്റ്റ് ചാപ്റ്റർ നമ്മുടെ ഈ ഒരു ഫ്ലോ ചാർട്ട്, ഇതിപ്പോൾ ബ്രെയിനിൻ്റെ ക്ലാസിഫിക്കേഷനാണ്, ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹൈൻഡ് ബ്രെയിൻ. ഈ രീതിയിൽ വേറൊരു ഫ്ലോ ചാർട്ട് കൂടിയുണ്ട്. നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം, പെരിഫറൽ നെർവസ് സിസ്റ്റം. പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ തന്നെ സിമ്പത്തറ്റിക്, പാരാസിമ്പത്തറ്റിക്, അതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതെന്താ, ഇത് ഒരു 1 മാർക്കിന് ചോദിക്കുന്നതാണ്. അതായത് രണ്ടും ഏകദേശം ഒരേപോലെയുള്ള പേരുകളാണ്. സ്ട്രക്ചർ കണക്ട് 2 സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സ്, 2 സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സിനെ കണക്ട് ചെയ്യുന്നത് നമ്മുടെ കോർപ്പസ് കലോസം, ആ 4 ബോൾ കോർപ്പോറ, ക്വാഡ്രിജമിന, 2 കോ വരുന്നതുകൊണ്ട് മാറിപ്പോവാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഒരുമിച്ച് ചോദിക്കും. പിന്നെ നമ്മുടെ ഈ ഒരു ന്യൂറോണിൻ്റെ സ്ട്രക്ചർ നിങ്ങൾ 10ാം ക്ലാസ് മുതലേ കാണുന്നുണ്ട്, പക്ഷേ ചെറിയ വ്യത്യാസങ്ങളുണ്ട്, പുതിയ ഭാഗങ്ങളൊക്കെ പഠിക്കാനുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു സിനാപ്സിൻ്റെ അവിടെ ഉള്ള ആ ഓരോ ഭാഗങ്ങൾ, സിനാപ്റ്റിക് വെസിക്കിൾ, ഇതെന്താണ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇതിൻ്റെ ഫ്ലോ ചാർട്ട് ചോദിക്കാറുണ്ട്. പിന്നെ ഇലക്ട്രിക്കൽ സിനാപ്സ്, കെമിക്കൽ സിനാപ്സ്, പിന്നെ എങ്ങനെയാണ് ന്യൂറോണിലൂടെ ഒരു ആക്സോണിലൂടെ ഇമ്പൾസിൻ്റെ ജനറേഷൻ, കണ്ടക്ഷൻ, ആ ഏരിയാസ് എന്നൊക്കെ വരാറുണ്ട്. ഓക്കെ, ഇതിൽ ബാക്കി എല്ലാ ഈ ചാപ്റ്റേഴ്സിലെയും ഇനി വരുന്ന ചാപ്റ്റേഴ്സിലെല്ലാം ബാക്കിയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ലൈവിൽ ചെയ്യുന്നുണ്ടാവും. ലൈവ് എൻ്റെ മക്കൾ മിസ് ചെയ്യാതിരിക്കുക. ഇനി ബാക്കിയുള്ള ചാപ്റ്റേഴ്സിൽ ഈ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും ഇമ്പോർട്ടൻറ്റ് ഏരിയാസും പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് ATRMSും സ്നേഹാമസും വരുന്നുണ്ടാകും. ഇതെല്ലാം മനസ്സിലാക്കുക, ലൈവ് മിസ് ചെയ്യാതിരിക്കുക. ഓക്കെ, ഹലോ മക്കളെ. അപ്പോൾ ഇനി നമുക്ക് മിസ്സിൻ്റെ ചാപ്റ്റേഴ്സിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ ഈ പ്രഡിക്ഷൻസ് മാത്രം എൻ്റെ കുട്ടികൾ പഠിച്ചു പോരുത്. നിങ്ങൾക്ക് ഇന്ന് രാത്രി ഉള്ള ലൈവും കൂടെ എൻ്റെ കുട്ടികൾ കറക്റ്റായിട്ട് തന്നെ കണ്ടിട്ട് വേണം പോകാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ മോർഫോളജി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും ഏറ്റവും ആദ്യം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ മോണോകോട്ട് സീഡാണ്. ആ മോണോകോട്ട് സീഡ് നന്നായിട്ട് പഠിച്ചുകൊണ്ട് പോകണം. അതേപോലെ തന്നെ നമ്മുടെ ഫിലോടാക്സി, എസ്റ്റിവേഷൻ, ഇൻഫ്ലോറസൻസ്, ഇതൊക്കെ നല്ലോണം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ആൽഗയുടെ ഒരു ടേബിൾ മിസ് എപ്പോഴും ക്ലാസ്സിൽ കാണിച്ചു തരാറില്ലേ, ആ ടേബിൾ നന്നായിട്ട് പഠിച്ചു വെച്ചാൽ ഓരോ ആൽഗയുടെയും ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കും. പിന്നെ അതേപോലെ തന്നെ എൻസൈമിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്, അപ്പോൾ ഇതിൽ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷനെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എൻസൈമിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഒക്കെ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. പിന്നെ അതേപോലെ തന്നെ ആ ആൽഗയുടെ തന്നെ ആ ഒരു ടേബിൾ പഠിച്ചു വെച്ചാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ ഈ ഒരു നോൺ മോട്ടൈൽ ആയിട്ടുള്ള ഫീമെയിൽ ഗ്യാമേറ്റും മോട്ടൈൽ ആയിട്ടുള്ള മെയിൽ ഗ്യാമേറ്റും തമ്മിലുള്ള ഫ്യൂഷനെ വിളിക്കുന്ന പേര് എന്താണ്? നമുക്കറിയാം, ഊഗമിയാണ് അല്ലേ? ഊഗമിയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ നമ്മുടെ ആൽഗയുടെ റീപ്രൊഡക്ഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കുക. പിന്നെ അതേപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ വാസ്കുലർ ബണ്ടിൽസിൻ്റെ ഡൈക്കോട്ട് സെമ്മിൻ്റെ വാസ്കുലർ ബണ്ടിൻ്റെ 2 ഫീച്ചേഴ്സ് എഴുതാനായിട്ട് ചോദിക്കാറുണ്ട്. ഇതും എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ നമ്മുടെ ഫ്ലോറൽ ഡയഗ്രാം, അതേത് ഫ്ലോറൽ ഡയഗ്രാം ആണെന്നുള്ളത് നന്നായിട്ട് നോക്കി വയ്ക്കുക. നമുക്ക് ആ കൂടെ ഒരൊറ്റ ഫാമിലിയുടെ ഫ്ലോറൽ ഡയഗ്രാം മാത്രമേ പഠിക്കാനുള്ളൂ. സോളാനേസിയ നന്നായിട്ട് തന്നെ പഠിച്ചു വയ്ക്കുക. പിന്നെ അതിനുശേഷം ഈ അഗാർ കിട്ടുന്നത്, അതും ആ ഒരു നമ്മുടെ ആൽഗയെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമുക്ക് അറിയാവുന്നതാണ്. അഗാർ കിട്ടുന്നത് ഏത് ആൽഗയിൽ നിന്നാണ് നമുക്കറിയാം, നമ്മുടെ റെഡ് ആൽഗയിൽ നിന്നാണ്. അതേപോലെ അഗറിൻ്റെ യൂസസും പഠിച്ചു വയ്ക്കുക, എപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഏതാണ് നെയ്ക്കഡ് സീഡഡ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്? ഏതാണ് മക്കളെ? നമ്മുടെ ജിംനോസ്പേംസ് എന്നുള്ള അറിയാം. എന്തുകൊണ്ടാണ്? അവർക്ക് ഓവറി ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് അല്ലേ? അപ്പോൾ ആ ക്വസ്റ്റ്യൻസും നമ്മുടെ ജിംനോസ്പേംസിനെ കുറിച്ചിട്ട് എന്തുകൊണ്ടാണ് നെയ്ക്കഡ് സീഡഡ് പ്ലാന്റ്സ് എന്ന് വിളിക്കുന്നതൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്. പിന്നെ ഇതേപോലെ പ്ലാൻ കിങ്ഡത്തിൽ നിന്ന് ഇതേപോലെ ഒരുപാട് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ പലതരത്തിലായിരിക്കും മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ അതിൻ്റെ പല ഫീച്ചേഴ്സ് വെച്ചിട്ടായിരിക്കും മാച്ച് ദ ഫോളോയിങ്. പ്ലാൻ കിങ്ഡത്തിൽ നിന്ന് ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ അതേപോലെ തന്നെ റെസിമോസും സൈമോസ് ഇൻഫ്ലോറസൻസ് തമ്മിലുള്ള ഡിഫറൻസസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ എസ്റ്റിവേഷൻ, പലതരത്തിലുള്ള എസ്റ്റിവേഷൻ ഈ ഒരു പിക്ചർ തന്നിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുള്ള രീതിക്ക് അല്ലെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാനായിട്ട് ചോദിക്കും. പിന്നെ എൻസൈമിൻ്റെ ഭാഗത്ത് ഈ ഒരു റിയാക്ഷൻ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ ഈ ഒരു കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കൂടി ചേർന്നിട്ട് കാർബോണിക് ആസിഡായിട്ട് മാറുന്ന ആ ഒരു റിയാക്ഷൻ അത് കാറ്റലൈസ് ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? നമ്മുടെ കാർബോണിക് ആൻഹൈഡ്രേസ് എന്ന് പറയുന്ന എൻസൈം ആണെന്നുള്ളത് 1 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഡയഗ്രാം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ റേഡിയൽ ആയിട്ടുള്ള വാസ്കുലർ ബണ്ടിൽസിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ്. ഇതെന്താണ് മക്കളെ? കൺജോയിൻ്റ് ആയിട്ടുള്ള വാസ്കുലർ ബണ്ടിൽസിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ്. ഓക്കെ, പിന്നെ പ്രോട്ടീൻ പാർട്ട് ഓഫ് എൻ എൻസൈമിനെ നമ്മൾ എന്താ വിളിക്കുക? അപ്പോ എൻസൈം എന്നാണ് നമ്മൾ വിളിക്കുക. ഓക്കെ, ഇനി നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് അടുത്ത നമ്മുടെ ലീഫിൻ്റെ സ്ട്രക്ചേഴ്സ് അതിൽ വരയ്ക്കാനൊന്നും അല്ല അധികം ചോദിക്കാറുള്ളത്. അതിൽ എന്താ പറയുക, ഈ ബുള്ളിഫോം സെൽസിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. ലാർജ് എംപ്റ്റി കളറുള്ള സെൽസിനെ നമ്മൾ എന്താ വിളിക്കുക? ബുള്ളിഫോം സെൽസ്. അതിൻ്റെ ഫംഗ്ഷൻസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കാറുണ്ട്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മോണോകോട്ട് സീഡിൻ്റെ സ്ട്രക്ചർ അതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ആ പാർട്സ് എന്തായാലും പഠിച്ചിട്ടുണ്ടായിരിക്കണം. പിന്നെ ഹൈപ്പോഗൈനസ്, പെരിഗൈനസ്, എപ്പിഗൈനസ് ഫ്ലവേഴ്സ് അതിന് വിത്ത് സ്ട്രക്ചർ അടക്കം ചോദിക്കും കേട്ടോ. എപ്പോഴും സ്ട്രക്ചർ എന്നിട്ട് ചോദിക്കാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ പ്രൈമറി ആൻഡ്
സെക്കൻഡറി മെറ്റബോളൈറ്റ്സും ആ ടേബിൾ നന്നായിട്ട് പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. പിന്നെ നമ്മുടെ ബയോ മോളിക്യൂൾസ് ഗ്ലൈസിൻ, സെറീൻ, അതേപോലെ തന്നെ അലാനിൻ, ഇത്രയും ആൾക്കാരെയാണ് എപ്പോഴും ചോദിക്കാറുള്ളത്. അപ്പോൾ ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് മിസ് ഈ ക്വസ്റ്റ്യൻസ് പറഞ്ഞു തന്നത്. ഇതിൽ കൂടുതൽ, കാരണം നമുക്കറിയാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചു പോയിട്ട് കാര്യമില്ല, മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്തു പോയി കഴിഞ്ഞാലാണ് അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ ഫുൾ മാർക്ക് വാങ്ങാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അതിന് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് നമ്മുടെ ഇന്നത്തെ രാത്രി നടക്കുന്ന നമ്മുടെ ലൈവിൽ നമ്മൾ പറഞ്ഞുതരും. അപ്പോൾ എല്ലാവരും ലൈവിന് കറക്റ്റായിട്ട് തന്നെ വരിക, അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, റെഡി? അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സ്നേഹ മിസ്സിൻ്റെ പ്രഡിക്ഷൻ കൂടെ കാണാനുണ്ട്. അപ്പോൾ നമുക്ക് സ്നേഹ മിസ്സിന് കളിക്കാം. ഹലോ മക്കളെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് +1 ബയോളജിയിൽ പഠിക്കാനുള്ള നെക്സ്റ്റ് ചാപ്റ്റേഴ്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നോക്കിക്കേ, നമ്മുടെ റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മുടെ ഗ്ലൈക്കോളിസിസ്. അതുകൂടാതെ തന്നെ അത് എവിടെയാണ് നടക്കുന്നത് എന്നുള്ളത് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ ഗ്ലൈക്കോളിസിസിൻ്റെ ഓരോ സ്റ്റെപ്സും കൃത്യമായിട്ട് പഠിക്കണം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് RQ, റെസ്പിറേറ്ററി കോഷ്യൻ എന്താണെന്ന് ഡിഫൈൻ ചെയ്യാനും ചോദിക്കും. അതുകൂടാതെ തന്നെ നമ്മുടെ ഓരോ റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റിൽ RQ വാല്യൂ എത്രയാണെന്നുള്ള കാര്യം ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടോ അല്ലെങ്കിൽ 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടോ ചോദിക്കും. പിന്നെ നമ്മുടെ ഫെർമെൻറ്റേഷൻ, ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് തന്നിട്ടുള്ള ഒരു ഡയഗ്രം ആണ്. ഈ ഡയഗ്രം നിങ്ങളോട് ലേബിൾ ചെയ്യാൻ വേണ്ടി മെയിനായിട്ട് ചോദിക്കും. പിന്നെ 2 ടൈപ്പ് ഓഫ് ഫെർമെൻറ്റേഷൻ ഡിഫറൻഷിയേറ്റ് ചെയ്യാനും ചോദിക്കും. അപ്പോൾ ഇതൊരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ മക്കൾ എന്ത് ചെയ്യുക, പഠിച്ചു വയ്ക്കാം. ഓക്കെ, ഇനി അതുകൂടാതെ തന്നെ there are several reasons why plants can get along without respiratory organ. Justify the above statement by citing 2 reasons. അപ്പോൾ നമ്മൾ 3 റീസൺസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഏതെങ്കിലും 2 റീസൺ എഴുതി കഴിഞ്ഞാൽ ഇവിടെ 2 മാർക്ക് കിട്ടും. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക, 3 റീസണും പഠിക്കുക. ചിലപ്പോൾ ഒരു റീസൺ നമ്മൾ മറന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല, നമ്മുടെ കയ്യിൽ 3 എണ്ണം ഉണ്ട്. ഓക്കെ, ഇനി അടുത്തതാണ് നമ്മുടെ ഈ പറയുന്ന റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതുമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ക്രെബ് സൈക്കിൾ. ക്രെബ് സൈക്കിൾ നിങ്ങൾക്ക് 3 മാർക്കിനും ചോദിക്കും, 2 മാർക്കിനും ചോദിക്കും. അതിൽ മെയിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള സിട്രിക് ആസിഡ് സൈക്കിളിലെ ഓരോരോ ഇന്റർമീഡിയറ്റിൻ്റെ പേര് എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. അതൊക്കെ നമ്മളൊരു കൃത്യമായിട്ടൊരു കോഡിലൂടെ ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി അതുകൂടാതെ തന്നെയാണ് ദോ റെസ്പിറേഷൻ ഹാസ് ബീൻ കൺസിഡർ ആസ് catabolic process, it would be better to consider as an amphibolic pathway. നമ്മുടെ മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ, ആംഫിബോളിക് പാത്വേ. ആ ഒരു ഡയഗ്രാം നിങ്ങൾ എന്ത് ചെയ്യുക, ലേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ചു വയ്ക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് നമ്മുടെ പ്ലാൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് നമ്മുടെ പ്ലാൻ ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് അല്ലെങ്കിൽ പ്ലാൻ ഗ്രോത്ത് ഹോർമോൺസ്. അപ്പോൾ അതിൽ റൈറ്റ് 1 ഫംഗ്ഷൻ ഓഫ് എബ്സിസിക് ആസിഡ്, ദെൻ വൈ എബ്സിസിക് ആസിഡ് ഈസ് നോൺ ആസ് സ്ട്രെസ് ഹോർമോൺ, 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഓരോ ഹോർമോൺസും അതിൻ്റെ ഫംഗ്ഷൻസും ഇതുപോലെ ടേബിൾ ആക്കാൻ വേണ്ടി ചോദിക്കും. ഓക്സിനും എത്തിലിനും ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ള ബാക്കിയുള്ള കുറേ പ്ലാൻ ഹോർമോൺസ് ഉണ്ട്. ആ 5 പ്ലാൻ ഹോർമോൺസിൻ്റെ ഫംഗ്ഷൻസും എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിക്കാം. പിന്നെ നമ്മുടെ ഓക്സിനിൽ സിന്തറ്റിക് ഓക്സിൻ ഉണ്ട്, നേച്ചുറൽ ഓക്സിൻ ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് സിന്തറ്റിക് ഓക്സിൻ, ഏതൊക്കെയാണ് നേച്ചുറൽ ഓക്സിൻ, അതിന് 2 എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതും നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ അതുകൂടാതെ തന്നെയാണ് എന്താണ് എപ്പിക്കൽ ഡോമിനൻസ്, അല്ലെങ്കിൽ എപ്പിക്കൽ ഡോമിനൻസിനും ബോൾട്ടിങ്ങിനും കാരണമായിട്ടുള്ള ഹോർമോണിൻ്റെ പേരെന്താണ്. അതുകൂടാതെ തന്നെ വിച്ച് പ്ലാൻ ഹോർമോൺ ഈസ് റെഫേർഡ് ടു ആസ് ആൻ ആൻറ്റഗോണിസ്റ്റ് ടു ജിബറലിക് ആസിഡ്. ഓക്കെ, അപ്പോൾ ഓരോ ഹോർമോൺസും അതിൻ്റെ ഫംഗ്ഷൻസും പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് മെനി പ്ലാന്റ് ഷോ പ്ലാസിറ്റി അല്ലേ, നമ്മുടെ ഡെവലപ്മെന്റിന് ഒരു എക്സാമ്പിൾ ആണ് പ്ലാസിറ്റി. അപ്പോൾ പ്ലാസിറ്റി എന്താണെന്ന് പഠിക്കുക, അതിനൊരു എക്സാമ്പിൾ നമ്മുടെ ഹെറ്ററോഫില്ലി എഴുതിയാൽ മതി. പിന്നെ അതുകൂടാതെ ഐഡന്റിഫൈ ദ ഓഡ് വൺ ഓഫ് പ്ലാൻ ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്. അപ്പോൾ ഇവിടെ പ്ലാൻ ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് ഓഡ് 1 എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതായിരിക്കും അത്, ABB ആണ് അല്ലേ, എബ്സിസിക് ആസിഡ് ആണ് വരുന്നത്. ബാക്കി നോക്കിക്കേ, NAA, IAA, IBA എന്നൊക്കെ പറയുന്നത് എന്താണ്, നമ്മുടെ ഓക്സിൻ്റെ ഡിഫറെൻറ്റ് ഫോംസിൽ വരുന്നതാണ്. പിന്നെ അതുകൂടാതെ തന്നെ നമ്മുടെ ജിബറലിക് ആസിഡിൻ്റെ ഫംഗ്ഷൻ നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഓരോ ഹോർമോൺസ് നിങ്ങൾക്ക് തരും, ആ ഓരോ ഹോർമോൺസിനെയും വേരിയസ് ഫംഗ്ഷൻസിൻ്റെ ഓർഡറിൽ എന്ത് ചെയ്യണം, നമ്മൾ ക്ലാസിഫൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ പ്ലാന്റ് ഹോർമോൺസ് എന്ന് പറയുന്ന ടോപ്പിക് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മക്കൾ പഠിച്ചു വയ്ക്കുക. ഇനി നെക്സ്റ്റ് നമ്മുടെ ലോക്കോമോഷൻ ആൻഡ് മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ, നമ്മുടെ സുവോളജിയിൽ നിങ്ങൾക്ക് ചോദിക്കുന്ന ഫസ്റ്റ് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നതാണ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് മസിൽ കോൺട്രാക്ഷൻ. അതിന് നമ്മൾ എന്താ പറയുക, സാർക്കോമിയർ. അപ്പോൾ എഴുതി കഴിഞ്ഞ 1 മാർക്ക് കിട്ടി. ഇനി അതുകൂടാതെ തന്നെ
ജോയിൻസിൽ 3 ടൈപ്പ് ഓഫ് ജോയിൻസ് നമുക്കറിയാം. ഫൈബ്രസ് ഉണ്ട്, കാർട്ടിലേജിനസ് ജോയിന്റ് ഉണ്ട്, സൈനോവിയൽ ജോയിൻസ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ സൈനോവിയൽ ജോയിന്റ് ആണ്. അപ്പോൾ അതൊക്കെ ടേബിൾ ആയിട്ട് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. പിന്നെ നിങ്ങൾക്ക് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നതാണ് 2 സക്സസീവ് സെറ്റ് ലൈൻസിന് ഇടയിലുള്ള പോർഷന് നമ്മൾ എന്താ പറയുക, അതിനെയാണ് നമ്മൾ സാർക്കോമിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സാർക്കോമിയർ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്കോർ ചെയ്യാം. ഇനി അടുത്തതാണ് നമ്മുടെ കോൺട്രാക്റ്റൈൽ യൂണിറ്റ്. അപ്പോൾ കോൺട്രാക്റ്റൈൽ യൂണിറ്റ് അല്ലെങ്കിൽ കോൺട്രാക്റ്റൈൽ മസിൽസിൽ മയോസിനും ആക്റ്റിനും ഈ ഒരു സ്ട്രക്ചർ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ സ്ട്രക്ചർ നിങ്ങളോട് ലേബിൾ ചെയ്യാനും ചോദിക്കും. അതുകൂടാതെ തന്നെ നെയിം ദ സബ് യൂണിറ്റ് ഓഫ് എ ആൻഡ് ബി. അപ്പോൾ നമ്മുടെ മയോസിനും ആക്റ്റിനും തിൻ മയോഫിലമെൻറ്റും തിക് മയോഫിലമെൻസിലും ചില പ്രോട്ടീൻസിൻ്റെ പേര് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ട്രോപ്പോമയോസിൻ, ട്രോപ്പോണിൻ, ആക്റ്റിൻ. അപ്പോൾ ആ കാര്യങ്ങളും കൂടി എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ നെക്സ്റ്റ് ആണ് നമ്മുടെ മസിൽ കോൺട്രാക്ഷൻ്റെ ഓരോരോ സ്റ്റെപ്സ്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്സ് ഇങ്ങനെ തരും. എന്നിട്ട് ഇതിനെ കറക്റ്റ് ഓർഡർ ആക്കാൻ വേണ്ടി ചോദിക്കാം. അല്ലെങ്കിൽ നിങ്ങളോട് മസിൽ കോൺട്രാക്ഷൻ്റെ സ്റ്റെപ്പ് തനിയെ എഴുതാൻ വേണ്ടിയിട്ടും ചോദിക്കും. അപ്പോൾ ഇതൊരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടോ അല്ലെങ്കിൽ 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. പിന്നെയാണ് നമ്മുടെ ഈ ഒരു സ്ട്രക്ചർ ഡ്യൂറിങ് മസിൽ കോൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ്റെ സമയത്ത് നമ്മുടെ ഈ പറയുന്ന സാർക്കോമിയറിൽ നടക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ എച്ച് സോൺ, ഐ ബാൻഡ്, എ ബാൻഡ്, അതിലൊക്കെ എന്തൊക്കെ മാറ്റങ്ങളാണ് നടക്കുന്നത് എന്നുള്ളത് ഒരു 4 പോയിന്റ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ തന്നെ ഇവിടെ നമുക്ക് 2 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് പഠിക്കാനുള്ള ഒരു ചാപ്റ്ററാണ് നമ്മുടെ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ്. അതിൽ ഫ്രോഗ് മാത്രമേ പഠിക്കാനുള്ളൂ. അതിൽ മെയിനായിട്ട് നിങ്ങളോട് ഡയഗ്രംസ് ലേബിൾ ചെയ്യാനായിരിക്കും ചോദിക്കാം. ഓക്കെ. അപ്പോൾ അതിൽ മെയിനായിട്ട് നോട്ട് ചെയ്യേണ്ടത് നമ്മുടെ മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം നമ്മൾ നോട്ട് ചെയ്യുക. ഫ്രോഗിൻ്റെ കേസിൽ അത് ലേബിൾ ചെയ്യാൻ വേണ്ടി 2 മാർക്കിന് ചോദിക്കാം. പിന്നെ ഈ ഒരു ഡയഗ്രാം റിപ്പീറ്റഡായിട്ട് ചോദിക്കുന്നതാണ് നമ്മുടെ ഫ്രോഗിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റമാണ്. അപ്പോൾ ഇതിലെല്ലാ ഭാഗങ്ങളും എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെക്കുക. ഇവിടെ നിങ്ങളോട് ഇതേ ഈ ഭാഗങ്ങളൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. നമ്മുടെ സ്റ്റൊമക്ക് ചോദിച്ചിട്ടുണ്ട്, ഇൻറ്റസ്റ്റൈൻ ചോദിച്ചിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ യൂറിനറി ബ്ലാഡർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ഈ ഒരു ഡയഗ്രത്തിലുള്ള എല്ലാ കാര്യങ്ങളും ലേബിൾ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. ഇനി നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററാണ് കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ. അപ്പോൾ അതിൽ ഓരോ ഹോർമോൺസിൻ്റെ പേര്, എന്തൊക്കെയാണ് ഫങ്ഷൻസ് ചെയ്യുന്നത്, ആ ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻസ് ഏതൊക്കെയാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളോട് ചോദിക്കും. ആദ്യം പ്ലാന്റ് ഹോർമോൺ അല്ല, നമ്മുടെ ആനിമൽസ് അല്ലേ, നമ്മുടെ ഹ്യൂമൻ ബീങ്സിലുള്ള ഹോർമോൺ ഡെഫിഷ്യൻസി, ഏതൊക്കെ ഹോർമോൺസിൻ്റെ ഡെഫിഷ്യൻസി വഴി ഏതൊക്കെ ഡിസോർഡേഴ്സ് ഉണ്ട്. അപ്പോൾ ഓരോരോ ഡിസോർഡേഴ്സിന് പേര് തരും. അത് ഏത് ഹോർമോൺ ഡെഫിഷ്യൻസി ആണെന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ ഇതേപോലെ ടേബിളായിട്ട് നിങ്ങളോട് ചോദിക്കും. ഗ്ലാൻസ് ഏതാണ്, ഹോർമോൺസ് എന്താണ്, ഫംഗ്ഷൻ എന്താണ്, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിട്ട് ചോദിക്കും, മാച്ച് ദ ഫോളോയിങ് ആയിട്ടും ചോദിക്കും. പിന്നെ നമ്മുടെ ഈ ഒരു ഡയഗ്രാം, ഓക്കെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ആദ്യമുള്ള ഒരു ഡയഗ്രാമാണ് നമ്മുടെ പിറ്റ്യൂച്ചറി അല്ലേ. അപ്പോൾ പിറ്റ്യൂച്ചറിയിൽ ഈ ഡയഗ്രത്തിൽ എല്ലാ ഭാഗങ്ങളും ലേബിൾ ചെയ്യാനുള്ള രീതിയിൽ നിങ്ങളോട് ചോദിക്കും ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട്. പിന്നെ മിസ് പറഞ്ഞു ഇങ്ങനെ നിങ്ങളോട് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കും. അപ്പോൾ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്, മാച്ച് ദ ഫോളോയിങ്, പിന്നെ ഇതേപോലെ ഡയഗ്രം ഒക്കെ തന്നിട്ട് അത് ലേബിൾ ചെയ്യാനുള്ള രീതിയിൽ ചോദിക്കും. പിന്നെ നെക്സ്റ്റ് ആണ് നമ്മുടെ പാൻക്രിയാസ്. ഓക്കെ. അപ്പോൾ പാൻക്രിയാസിൽ ഇൻസുലിൻ്റെ ഫംഗ്ഷനും ഗ്ലൂക്കോഗോണിൻ്റെ ഫംഗ്ഷനും, ഹൈപ്പർ ഗ്ലൈസിമിക് ഏതാണ്, ഹൈപ്പോഗ്ലൈസിമിക് ഏതാണ്, അവരുടെ കൃത്യമായിട്ടുള്ള ഫംഗ്ഷൻ എന്താണെന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. അതൊരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് മക്കളോട് ചോദിക്കും. ഓക്കെ. സോ ഇത്രയാണ് നെക്സ്റ്റ് വരുന്ന ചാപ്റ്റേഴ്സിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ടോപ്പിക്സ്. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേണിലും പിന്നെ ഓരോ ചോദിക്കുന്ന രീതിയിലൊക്കെ മാറ്റങ്ങൾ വന്നതുകൊണ്ട് തന്നെ ഇങ്ങനെ തന്നെ ചോദിക്കണമെന്നൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ടോപ്പിക്സും അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സും എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാം അറിയാൻ വേണ്ടിയിട്ട് ഇന്ന് നടക്കുന്ന ലൈവ് നിങ്ങൾ ആരും മിസ്സാക്കരുത്. കറക്റ്റ് സമയത്തിന് നമ്മുടെ ലൈവിലോട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ബയോളജിയിൽ മക്കളെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അടിപൊളിയായിട്ട് മക്കൾ എല്ലാവരും പഠിക്കുക. ദെൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാം. യെസ്. അപ്പോൾ റൈറ്റ് എനി 1 ഫംഗ്ഷൻ ഓഫ് ഈച്ച് ടൈപ്പ്. അപ്പോൾ നെയിം ദ ടൈപ്സ് ഓഫ് സെൽസ് ഇൻ ദ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. അപ്പോൾ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലുള്ള 2 ടൈപ്പ് ഓഫ് സെൽസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ സെൽസിൻ്റെ പേരെന്താണെന്നുള്ളത് നിങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക. അതുകൂടാതെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആരും മറക്കണ്ട, ഇന്ന് കറക്റ്റ് നമ്മുടെ ചാനലിൽ നടക്കുന്ന ലൈവ് നിങ്ങൾ എല്ലാവരും കാണാം. നമുക്ക് ബയോളജിയിൽ ഫുൾ മാർക്കിനെ സ്കോർ ചെയ്യാം. സോ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.